ശനിയാഴ്ച തോറും പ്രവർത്തിക്കുന്ന ആറാലുമൂട് കാലിച്ചന്തയിൽ പുലർച്ചെയാണ് പ്രവർത്തനം തുടങ്ങുക. 100 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ചന്തയെ തലമുറകളായി ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരാണുള്ളത്. കാലി വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര തീരുമാനം വന്ന ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം തന്നെ അത് ചന്തയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. വാങ്ങാനാളില്ലാത്തതിനാൽ പലർക്കും കന്നുകാലികളെ മടക്കിക്കൊണ്ടു പോകേണ്ടി വന്നു. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയിൽ 30 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പശു വാങ്ങിക്കും, കൊണ്ടുവന്ന് വളർത്തും, പാല് കുറയും, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇന്നാരും വാങ്ങിക്കുന്നില്ല. അങ്ങനെ വലിയ സങ്കടത്തിലിരിക്കുകയാണ്. ഈ പഠിക്കുന്ന 2 മക്കളുണ്ട്. വേറെ ഒരു തൊഴിലും എനിക്കില്ല. നേരത്തെ തന്നെ അക്രമവും ഭീഷണിയും സഹിച്ചാണ് ഈ തൊഴിൽ ചെയ്യുന്നതെന്നും കേന്ദ്ര തീരുമാനം നടപ്പായാൽ ആത്മഹത്യയെ വഴിയുള്ളെന്നും ഇവർ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്ത് പറയുന്നു അത് കേട്ടിട്ട് അവരുടെ കുറേ ആളുകൾ വഴിയോരത്തിട്ട് ഞങ്ങൾ മാട് കൊണ്ടുപോകുമ്പോൾ ചെറുക്കുകയും നമ്മൾ കൈ ഉപദ്രവം ചെയ്യുന്നു. അവരുടെ ശല്യം ഒരു സൈഡിൽ കൂടെ. ഇതിന് എത്രയും പെട്ടെന്ന് കേരള ഗവൺമെൻറ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നില്ലെങ്കിൽ ഇതിനകത്ത് ആത്മഹത്യ മാത്രമേ വശമുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴികളൊന്നുമില്ല. ഇറച്ചി വിൽപ്പന നടത്തി ഉപജീവനം കഴിക്കുന്നവരും കടുത്ത ആശങ്കയിലാണ്. എനിക്കിപ്പോൾ 61 വയസ്സുണ്ട്. ഒരു 40 വർഷമുണ്ട്. 40 വർഷം കൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 6 മക്കളാണ്. അപ്പോൾ ഈ 6 മക്കളെ പോരെ നോക്കി ഇത് എന്ന് കുറച്ചുള്ളൂ, വേറെ കുറച്ചുകളൊന്നുമില്ല. ഒരു 40 വർഷം കൊണ്ട് മകളെ പോലും പണി കൊണ്ടാണ് ഇറച്ചിക്കടയാണ്. അപ്പോൾ എൻ്റെ കൊച്ചുനാൾ മുതലേ തുടങ്ങിയതാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് തൊഴിൽ. അപ്പം മറ്റ് മാർഗമൊന്നുമില്ല. ഇനിയാണെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് തൊഴിലായിട്ട് ഞങ്ങൾ നിലനിർത്താം. കശാപ്പിനുള്ളതിന് പുറമെ ക്ഷീരകർഷകർക്ക് ആവശ്യമായ കന്നുകാലികളെയും ഇവിടെ വിൽപ്പന നടത്തി വരുന്നു. നെയ്യാറ്റിൻകര നഗരസഭയുടെ അധീനതയിലുള്ള ചന്തയിൽ കാലികളെ വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളെത്താറുണ്ട്. ആറാലുമൂട് കാലിച്ചന്ത എത്രനാൾ ഈ അവസ്ഥയിൽ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ചന്തയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ. കേന്ദ്ര സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ആറാലുമൂട് കാലിച്ചന്തയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം പ്രദീപ്, ന്യൂസ് 18.